എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ ഈ മെയ് മാസം 7-ാം തീയതി കാനഡയിലെ ടൊറൻറ്റോയിലെ ഒഷാവ എന്ന് പറയുന്ന സ്ഥലത്ത് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ചാലക്കുടി സ്വദേശിയായിട്ടുള്ള നമ്മുടെ പടിക്കലെ സാജൻ ചേട്ടൻ്റെയും ഫ്ലോറ ചേച്ചിയുടെയും മകളായിട്ടുള്ള ഡോണ. ഈ ഡോണയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡോണയുടെ ഭർത്താവ് ലാൽ കെ പൗലോസ്, കുറ്റിച്ചിറ സ്വദേശിയായിട്ടുള്ള ലാൽ കെ പൗലോസിനെ പോലീസ് തിരയുകയായിരുന്നു. അവസാനമായിട്ട് പോലീസ് ഈ ലാലിൻ്റെ കാർ കണ്ടെത്തിയത് വിമാനത്താവളത്തിന് സമീപമായിരുന്നു. ലാലിന് കനേഡിയൻ പൗരത്വം ഉള്ളതിനാൽ തന്നെ ലാൽ എവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന സംശയത്തിലായിരുന്നു പോലീസ്. പക്ഷേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ഈ ഡോണയുടെ ഭർത്താവ്, ഡോണയുടെ മരണത്തിൽ സംശയാസ്പദമായി കനേഡിയൻ പോലീസ് തിരയുന്ന ഡോണയുടെ ഭർത്താവ് കുറ്റിച്ചിറ സ്വദേശിയായിട്ടുള്ള കണ്ണമ്പുഴ വീട്ടിൽ ലാൽ കെ പൗലോസ് ആ സംഭവം നടന്ന സമയത്ത് തന്നെ ഡൽഹി ഫ്ലൈറ്റിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിവരമാണ് കാനഡയിലുള്ള ഡോണയുടെ സഹോദരനെ കനേഡിയൻ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കേസിൻ്റെ അന്വേഷണം ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും ലാൽ കെ പൗലോസ് കാനഡയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. കാനഡയിലെ ടൊറൻറ്റോയിലെ ഒഷാവയിൽ മെയ് 7-ന് ചാലക്കുടി സ്വദേശി പടിക്കലെ സാജൻ്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ 30 വയസ്സ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 31 വയസ്സുള്ള ഡോണയുടെ ഭർത്താവ് ചാലക്കുടി കുറ്റിച്ചിറ കണ്ണമ്പുഴ കുടുംബാംഗമായ ലാൽ കെ പൗലോസിനെ പോലീസ് തിരയുകയായിരുന്നു. ഇതിനിടയിൽ കനേഡിയൻ പൗരത്വമുള്ള ലാൽ സംഭവത്തിന് ശേഷം ഡൽഹി ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് കടന്നതായുള്ള വിവരം കാനഡ പോലീസ് കാനഡയിലുള്ള ഡോണയുടെ സഹോദരനെ അറിയിച്ചിരിക്കുന്ന വിവരമാണ് ജെഫേഴ്സ് മീഡിയ പുറത്തുവിടുന്നത്. വളരെ തന്ത്രപരമായി കാനഡയിലെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ കണ്ണുവെട്ടിച്ച് കാനഡയിൽ നിന്ന് ഇന്ത്യയിൽ ഭർത്താവ് ലാൽ എത്തിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇതിനെ തുടർന്ന് കേസിൻ്റെ അന്വേഷണം ഏതു തരത്തിൽ നടക്കുമെന്നുള്ള വിവരം അറിവായിട്ടില്ല. കിങ് സ്ട്രീറ്റ് വെസ്റ്റിനും പാർക്ക് റോഡ് നോർത്തിനും സമീപമുള്ള റീഡോ സ്ട്രീറ്റിലെ സഗുനൈ അവന്യൂവിന് സമീപമുള്ള വീട്ടിലാണ് ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംശയാസ്പദമായ നിലയിൽ വീട് പൂട്ടിക്കിടക്കുന്ന വിവരമറിഞ്ഞ് പോലീസ് എത്തി വാതിൽ തകർത്ത് പരിശോധിച്ചപ്പോഴാണ് ഡോണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് ഭർത്താവ് ലാൽ പൗലോസ് കണ്ണമ്പുഴയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങിയത്. 5 അടി 8 ഇഞ്ചോളം ഉയരവും ഇടത്തരം ശരീരപ്രകൃതിയുമുള്ള ലാൽ നീല ഫോർഡ് എസ്കേപ്പിലാണ് സഞ്ചരിക്കുന്നതെന്നും പോലീസ് അറിയിപ്പിൽ ഉണ്ടായിരുന്നു. ഭർത്താവ് ലാലിനെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $2000 പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ലാലിനെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇതിനിടയിൽ ഡോണയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു. ഡോണയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുന്നു. മരണത്തിനു പിന്നിൽ ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണോ എന്ന് സംശയമുണ്ട്. ലാലിൻ്റെ കാർ വിമാനത്താവളത്തിന് സമീപമാണ് പോലീസ് അവസാനമായി കണ്ടെത്തിയത്. 4 വർഷം മുൻപാണ് ഡോണ കാനഡയിലേക്ക് പോയത്. പ്രണയത്തെ തുടർന്ന് 1.5 വർഷം മുൻപാണ് ഡോണ അവിടെ തന്നെ ഉദ്യോഗത്തിലുള്ള കുറ്റിച്ചിറ സ്വദേശിയായ കണ്ണമ്പുഴ വീട്ടിൽ ലാൽ കെ പൗലോസിനെ വിവാഹം കഴിച്ചത്. ഇരുവരും കാനഡയിൽ അക്കൗണ്ടന്റുമാരായിരുന്നു. ഈ മാസം അവസാനം ഡോണയുടെ അമ്മ ഫ്ലോറ മകളുടെ സമീപത്തേക്ക് പോകാനിരിക്കുന്നതിനിടയിലാണ് ഈ ദുരന്ത വാർത്ത അറിയുന്നത്. പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ലാത്തതിനാൽ കാനഡയിലുള്ള മലയാളികളും യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. ഭർത്താവ് ലാൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ആദ്യം കാനഡയിലെത്തിയതെന്നും ഡോണയുടെ ബന്ധുക്കൾ കാനഡയിൽ ഉണ്ടെന്നുമാണ് വിവരം. ഡോണയുടെ മരണത്തിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഭർത്താവ് ലാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നതിന് കാരണമായ ഏതെങ്കിലും കുഴപ്പങ്ങളിൽ ഉൾപ്പെട്ടിരുന്നോ? ഗാംബ്ലിംഗ് പോലുള്ള ഇടപാടുകളിൽ ലാൽ ഇടപെട്ടിരുന്നോ? അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലാലിനെ നയിച്ചിരുന്നോ? ഇതാണോ ഡോണയുടെ മരണത്തിന് കാരണമായിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഡോണയുടെ ബന്ധുക്കളിൽ നിന്നും ഉയരുന്നുണ്ട്. കാനഡയിലെ ദുർഹം റീജിയൻ പോലീസ് അന്വേഷണം വ്യാപിച്ചിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഭർത്താവ് ലാൽ കെ പൗലോസ് ഇന്ത്യയിലേക്ക് കടന്നതായുള്ള വിവരം പോലീസ് കാനഡയിലുള്ള ഡോണയുടെ സഹോദരനെ അറിയിച്ചത്. ഇതിനിടയിൽ ഡോണയുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾക്കായി ബന്ധുക്കൾ കാനഡയിൽ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിനാൽ ഡോണയുടെ മൃതദേഹം വൈകാതെ വിട്ടുകിട്ടുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് കാനഡയിൽ നിയമപരമായി എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ഡോണയുടെ മരണത്തിൽ സംശയാസ്പദമായി പോലീസ് തിരയുന്ന ലാൽ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞതിനാൽ തുടർന്ന് കേസിൻ്റെ അന്വേഷണം പുതിയ തലങ്ങളിലായിരിക്കുവാനാണ് സാധ്യത.